എൻ്റെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷം നിങ്ങളോട് ഷെയർ ചെയ്യുവാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം എൻ്റെ ഇന്നത്തെ നോമ്പ് തുറക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ പോകുന്നത് എൻ്റെ നാട്ടിലുള്ള ചന്ദ്രൂർ കുമർത്തുപടി ദേവീക്ഷേത്രത്തിലാണ്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഇതാണ് ലോകത്തിന് മുഴുവൻ സന്ദേശം പരത്തുന്ന, നന്മയുടെ സന്ദേശം പരത്തുന്ന കേരള സ്റ്റോറി. കുമർത്തുപടി ദേവീക്ഷേത്രത്തിൻ്റെ പുതിയ അമ്പലത്തിൻ്റെ തറക്കല്ലിട്ട ദിവസമാണിന്ന്. ആ തറക്കല്ലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു സന്തോഷമായ ദിവസം തന്നെയാണിന്ന്. ഒക്കെ നമ്മുടെ നാട്ടുകാരാണ്, എല്ലാ നാട്ടുകാരാണ്. എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാനുള്ളത്? ഇതൊരു നല്ലൊരു ഇതല്ലേ, നമ്മളൊരു അതെ, ഓരോരുത്തരും എല്ലാവരും ഒരേപോലെ കാണുക, ജാതി മതഭേദമന്യേ എല്ലാവരും ഒന്നായി സന്ദേശം. മതസൗഹാർദ്ദം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയാവുന്ന ചെറിയൊരു സംഭവം അല്ലേ. നമ്മുടെ ചന്ദ്രൂർക്കാരുടെ ആദ്യത്തെ ഒരു പരിപാടിയാണ് നമ്മുടെ കുമർത്തുപടി ദേവീക്ഷേത്രം നടത്തുന്നത്. അതിനാർദ്രമായ എല്ലാവരെയും നമ്മുടെ ഈ വിരുന്നിനായിട്ട് സ്വാഗതം ചെയ്തു. ചന്ദ്രൂർ കുമർത്തുപടി ദേവീക്ഷേത്രത്തിൻ്റെ വകയായിട്ട് ഇന്ന് ഇവിടെ ശിലാസ്ഥാപന കർമ്മങ്ങൾ നടന്ന് അതിൻ്റെ ഭാഗമായിട്ട് വൈകിട്ട് മുസ്ലിം സഹോദരന്മാർക്ക് നോയമ്പ് തുറക്കുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമല്ലേ, ഈ നാടിനും എല്ലാ നന്മകളും വരട്ടെന്ന്. ഒത്തിരി വിഭവങ്ങളാണ് ഈ നോമ്പ് തുറക്ക് വേണ്ടി സംഘാടകർ ഇവിടെ കരുതിയിരിക്കുന്നത്. സമൂസ, കട്ട്ലൈറ്റ്, പേരക്ക, കാരക്ക, ഉന്നക്ക, അങ്ങനെ തുടങ്ങി ഒത്തിരി ഐറ്റംസാണ് സംഘാടകർ ഈ നോമ്പ് തുറക്കായിട്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ നാരങ്ങ വെള്ളം, തരിക്കഞ്ഞി, പായസം, സ്കോഷ് തുടങ്ങിയ അനവധി വിഭവങ്ങളാണ് ഇവിടെ സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. വളരെ സന്തോഷം. സൗഹാർദ്ദത്തിൻ്റെ മനോഹരമായ ഒരു സായന്തനത്തിലാണ് നാം ഉള്ളത്. മനുഷ്യർക്കിടയിൽ മതിലുകളും ഒരുപാട് വിലങ്ങുകളും അകൽച്ച ചുറ്റുകൊണ്ടിരിക്കുന്ന വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഒക്കെ ഒരുപാട് അധ്യായങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു മനോഹരമായ ഇഫ്താർ ചന്ദ്രൂർ കുമർത്തുപടി ക്ഷേത്രം ഒരുക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്താണ് നമ്മുടെ നാട്ടുകാരെന്ന നിലയിൽ എന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ? സന്തോഷമായിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിന് വളരെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് അല്ലേ. എല്ലാം മതസൗഹാർദ്ദമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തൊരുമയോടെ പോകേണ്ട ഒരു കാലഘട്ടമാണിത്. ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ ഇത് പഴയ കാലം നമ്മൾ മതസൗഹാർദ്ദം നിലനിർത്തിയിരുന്ന ഒരു കാലമാണ്. അതെ, പുതുതലമുറയെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇങ്ങനെ ഈ കുമർത്തുപടി ദേവസ്വം ഇതുപോലൊരു നോമ്പ് തുറ വെച്ചത് വളരെയധികം സന്തോഷകരമായ ഒരു ഇതാണ്. ഹലോ, നോമ്പ് തുറക്കാൻ വേണ്ടി വന്നതാണോ? നോമ്പ് തുറക്കാൻ വേണ്ടി വന്നതാണോ അമ്പലത്തിൽ? വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു അമ്പലത്തിൻ്റെ ഒരു ഓഡിറ്റോറിയത്തിലാണ് നമ്മളിപ്പോൾ മഗ്‌രിബ് നമസ്കരിക്കാൻ പോകുന്നത്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഇതാണ് ലോകത്തിന് മുഴുവൻ സന്ദേശം പരത്തുന്ന, നന്മയുടെ സന്ദേശം പരത്തുന്ന കേരള സ്റ്റോറി. ഇതുപോലെ തന്നെയാണ് ചേരാപ്പള്ളി പള്ളിയുടെ മുറ്റത്ത് ഒരു ഹൈന്ദവ സഹോദര കുടുംബത്തിലെ പെൺകുട്ടിയുടെ വിവാഹം പള്ളിമുറ്റത്ത് നല്ല നിലയിൽ നടത്തിയത്. അതാണ് AR റഹ്മാൻ അദ്ദേഹത്തിന് പോസ്റ്റ് ചെയ്ത് ഇതാണ് യഥാർത്ഥ കേരളം എന്ന് പറഞ്ഞത്. ബൊഹർ വാങ്ക് വിളിക്കുന്ന സമയത്താണ് കല്യാണത്തിൻ്റെ താലി കെട്ടുന്ന മേളം കൂടി ഉണ്ടായത്. രണ്ടും ഒരുമിച്ച് കയറുന്ന ഒരു സംഭവം നമ്മളെ ഏറ്റവും അഭിനന്ദനാർഹമായ ഒന്നാണ്. അതാണ് കേരള സ്റ്റോറി. ഇത് ലോകം മുഴുവൻ വ്യാപിക്കുന്നത്. മതസൗഹാർദ്ദം വിളംബരം ചെയ്യുന്ന സുന്ദരമായൊരു കാഴ്ചയാണ് ഇവിടെ നാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മനുഷ്യരെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ബന്ധുക്കളാണെന്നാണ് വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നത്. അൽ ഖൽഖു കുല്ലുഹും മിയാലുല്ലാഹ്, മനുഷ്യർ ദൈവത്തിൻ്റെ കുടുംബക്കാരാണ്. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന ജനങ്ങളോട് ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. വളരെ സന്തോഷകരമായൊരു നിമിഷമായിരുന്നു. ഇതിനെക്കുറിച്ച് എന്തോരം വർണ്ണിക്കണമെന്ന് അറിയാമില്ല.
വളരെ ഹാപ്പിയാണ്. എന്തായാലും അത് എല്ലാവരും എത്തിച്ചേർന്നതിനും ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു നല്ല രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതിൽ എനിക്ക് സന്തോഷമാണ്. അതിൽ ഇതുപോലെ തന്നെ ഇനി വരും വർഷങ്ങളിലും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അതെ, ഇങ്ങനെ ഒരു നോമ്പ് തുറ ആദ്യമായിട്ടാണല്ലേ? അല്ലേ? അതെ. എന്താ പറയാനുള്ള ഇതിനെക്കുറിച്ച്? അതെ, വളരെ സന്തോഷം. സന്തോഷം. ഇനി ഇത് എല്ലാ വർഷവും നടക്കട്ടെ ഇങ്ങനെ. ഇത് ഒരു നല്ലൊരു കാര്യമാണ്. അതെ, ഇങ്ങനെ ഇതുണ്ടായത് ഏറ്റവും നല്ല കാര്യം. തീർച്ചയായിട്ടും. അതെ, കറക്കല്ലിട്ട ദിവസം തന്നെ എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. അതെ, തീർച്ചയായിട്ടും. വലിയ കൂട്ടായ്മയാണ്. അതെ, തീർച്ചയായിട്ടും. മതസൗഹാർദ്ദം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള മതസൗഹാർദ്ദ സംഗമങ്ങൾ അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം. ഒരു മതസൗഹാർദ്ദമായിട്ടൊരു പ്രവൃത്തി ചെയ്തെല്ലാം വളരെ സന്തോഷം. ഇനിയുള്ള കാലത്തോളം ഇങ്ങനെ തന്നെ പോകണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. എന്താണ് ചേട്ടാ? നാടിൻ്റെ ആവശ്യമാണിത്. അതെ, എല്ലാവരും ഒന്നാണ്. ചന്ദ്രൂരിൻ്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഇവിടെ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇത് സംഘടിപ്പിച്ച കുമർത്തുപടി ദേവസ്വം ക്ഷേത്രത്തിലെ ഭാരവാഹിയോട് അഗൈതമായി നന്ദി രേഖപ്പെടുത്തിയ അവസരത്തിൽ പുതിയ തലമുറക്കും ഇതൊരു വലിയൊരു പ്രചോദനമായിട്ട് അടുത്ത ഇതിലും കൂടുതൽ ഇതിലും നല്ല രീതിയിൽ എല്ലാ മതങ്ങളും ഒരുപോലെ മുമ്പോട്ട്. അതെ, തീർച്ചയായും. ഇനി നമ്മളും നമ്മുടെ നാടിൻ്റെ പുതിയൊരു അധ്യായമാണ് ഇതിനകത്ത് രചിച്ചിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിന് ഏറ്റവും നല്ല അനിവാര്യമായ ഒരു സാഹചര്യവും സന്ദർഭമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഇനി വരുന്ന തലമുറകളിലേക്ക് കൊടുക്കാനായി ജാതി, മത, ഭേദ, വർഗ, വർണ്ണ, ദേശ, ഭാഷ, വേഷ, രാഷ്ട്രീയ, കുചേല, കുബേര, പണ്ഡിത, പാമര, കല, കായിക, സാഹിത്യ, സാംസ്കാരിക, സ്വദേശി, വിദേശി, പരദേശി, അയൽവാസി, പ്രവാസി, കൂട്ടുകുടുംബ, സ്വന്തക്കൾ, ബന്ധുക്കൾ, സഹോദരി, സഹോദര, മാതാപിതാ, ഗുരു, ദൈവം, ഇത്രയും നമ്മൾ കണക്കിലാക്കി ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ ദൈവസഹായം ഇനി ഉണ്ടാകാൻ പോകുന്നുള്ളൂ. നമ്മുടെ മെമ്പർ എന്ത് നല്ല കാര്യത്തിനും നമ്മുടെ മെമ്പർ സാബു മെമ്പർ ഉണ്ടാവും. സാബു മെമ്പർ എന്താ പറയാനുള്ളത്? ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വേദി തന്നെയാണ് ഈ റംസാൻ്റെ പുണ്യമാസത്തിൽ ഇത്തരത്തിൽ ഒരു നോമ്പ് തുറ നമ്മുടെ ഒരു ഹൈന്ദവ ക്ഷേത്രമായിട്ടുള്ള കുമർത്തുപടി ദേവീക്ഷേത്രത്തിൽ വെച്ച് നടന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള ഒരു സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാകണം. ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു. നല്ല ഭക്ഷണം എല്ലാം കൊണ്ടും വരാറില്ല. എല്ലാം കൊണ്ടും നല്ലവണ്ണം. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു ദിവസമാണ്. എല്ലാവരും ഒന്നാണെന്ന് തെളിയിച്ച ഒരു മുഹൂർത്തമാണ്. അതിലെനിക്ക് ഏറ്റവും അധികം സന്തോഷം. വളരെ സന്തോഷം. എല്ലാവരും പറയുന്നത് പോലെ ഇത് നാടിനൊരു അഭിമാനമാണ്. നമ്മുടെ നാടിനൊരു അഭിമാനമാണ് ഈ കാണുന്നത്. ഈ നമ്മളെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമങ്ങൾ ബോധപൂർവ്വം നടക്കണേ. അതിനെല്ലാം ഇതിങ്ങനെ സ്നേഹം കൊണ്ട് ഒരു മറുപടി കൊടുക്കുക. ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ നേരത്തെ നമ്മൾ നോമ്പ് തുറന്ന സമയത്ത് ഇവിടെ ബാങ്ക് വിളി കേൾക്കുമ്പോൾ അപ്പുറത്ത് അവിടെ ക്ഷേത്രത്തിൽ ആ മണി വെച്ചേക്കണേ. അപ്പോൾ അത് നമ്മൾ ടി വിയിൽ അതല്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവമാണ്. ഇതാണ് യഥാർത്ഥ കേരളം. അതൊരു സംരംഭമെന്ന് വെച്ചാൽ ജാതിമതം ഒന്നും മറച്ചു വെക്കണം. എല്ലാവരും നല്ലൊരു രീതിയിൽ ഇപ്പോൾ ദേവിയുടെ ഒരു കലള്ള ദിവസം തന്നെ നല്ലൊരു നോമ്പുറ സമ്മാനിച്ച എല്ലാ സംഘടനക്കും നന്ദി പറയുന്നു. എല്ലാവരും ഒന്നിച്ച് നിന്ന് ഇങ്ങനെ പോകണം. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഐക്യം നമ്മളൊരു കാഴ്ചവെച്ച് എല്ലാവർക്കും ഐക്യത ഉണ്ടാവണമെന്ന് എൻ്റെ അഭിപ്രായം. ഇതൊരു ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. നാടിൻ്റെ സമാധാനം, സന്തോഷം. ഇവിടെ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും പറയുമ്പോഴും ഇല്ല, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നുള്ളൊരു സന്ദേശമാണ് ഈ കാണുന്നത്. എന്താണ് നീ സന്തോഷിച്ചിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ലല്ലോ? എന്താണ് പറയാനുള്ളത് എനിക്ക്? ഒന്നും പറയല്ല, നല്ല ഒന്നും പറയാല്ല, നല്ല സന്തോഷം മുഖത്ത് കാണുന്നുണ്ട്. അടിപൊളി പരിപാടിയായിരുന്നു. സന്തോഷവും സമാധാനവും ഐക്യത്തോടുകൂടി ഇതൊരു കൂട്ടായ്മയോടെ എല്ലാ വർഷവും ഇത് മുന്നോട്ട് പോകണം. നമ്മുടെ ഇവിടുത്തെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാനുള്ള തുടർന്നുള്ള ഒരു നടപടിയാണ് തന്നെ പറയാത്. കാര്യം നമുക്കിവിടെ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും വർഗീയത കൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലുള്ള നമ്മുടെ നാട്ടിൽ വർഗീയതയ്ക്ക് യാതൊരുവിധ സ്ഥാനവുമില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ ഇഫ്താർ പരിപാടി. ഇത് സംഘടിപ്പിച്ച നമ്മുടെ ക്ഷേത്രം ഭാരവാഹികൾക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. വളരെ അധികം സംതൃപ്തിയുള്ള
ഒരു പരിപാടിയാണിത്. ഇത് എക്കാലവും നമ്മൾ ഓർക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടത്തിയത്. മാനവ സൗഹൃദത്തിൻ്റെ മഹത്തായ സന്ദേശം നൽകുകയാണ് ഈ ചടങ്ങിലൂടെ ഈ സംഘാടകർ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ തുടർന്നുള്ള ആ ഒരു പുരോഗതിക്കും ഐശ്വര്യത്തിനുമൊക്കെ ഉപോത്ബലകമാകുന്ന ഒരു ചടങ്ങായി ഇത് മാറിയിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മുടെ ഈ കുമർത്തോടി ദേവസ്വം ക്ഷേത്രത്തിന് ആദ്യമായിട്ട് ഇവിടെ വന്നത് MP ഗോവിന്ദൻ ആളെന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അങ്ങേരാണ് ഈ അമ്പലത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു തൂത്തുകളഞ്ഞല്ലേ. എന്താ യൂസുഫേ, എന്താ പറയാനുള്ളത്? ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത് നല്ല അഭിപ്രായം. ഇങ്ങനെ വേണം അല്ലേ? ഇങ്ങനെ വേണം. ഇതൊരു നല്ല കാര്യമല്ലേ? ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്ന ഈ ധന്യമാസമാണിത്, പുണ്യമാസമാണ്. ഈ പുണ്യമാസത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പരമമായ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ജാതിമത ചിന്തകൾക്ക് അതീതമായി മുഴുവൻ നാനാ മതസ്ഥരും ഇവിടെ സന്നിഹിതരാണ്. ഇതാണ് നമ്മുടെ യഥാർത്ഥ ഇന്ത്യയുടെ ചിത്രം. കുമർത്തുപടി ദേവസ്വത്തിൻ്റെ കീഴിൽ ഇവിടെ ഇന്ന് ശിലാസ്ഥാപനം നടന്നു. അതോടൊപ്പം തന്നെ വൈകിട്ട് സമൂഹ നോമ്പ് തുറ. അത് ഈ നാടിൻ്റെ തന്നെ ഒത്തൊരുമയും തീർച്ചയായിട്ടും എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ടാണ് ഒരു ജനപ്രതിനിധി എന്ന രീതിയിലും പൊതുപ്രവർത്തന നിലയിലും നമ്മൾ നോക്കി കാണുന്നത്. ഇതിനെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഇതൊരു ദൈവത്തിൻ്റെ ടൈപ്പാണ്. ദൈവവും മനുഷ്യനും സൗഹൃദത്തിൻ്റെ പുറത്ത് പോകുന്ന ഒരു ഐശ്വര്യദായകമായൊരു ദിനമാണ്. എന്താണ് ഞങ്ങളുടെ നാട്ടിലൊരു ജമീൻ ബിസിനസ്സുകാരനാണ്. അതിന്റെ അഹങ്കാരമൊന്നും മുഖത്തില്ല. ഏത് നന്മയുള്ള കാര്യത്തിന് ഓടിയെത്തും. എന്തെങ്കിലും ഒന്ന് പറയാമോ? ആദ്യമായിട്ടാണല്ലോ ഒരു അമ്പലത്തിൽ നമ്മൾ നോമ്പ് തുറക്കണത്. എത്ര വയസ്സായി? 46. എപ്പോഴായിരുന്നു? 87 71 ഇന്നിപ്പോ ഇവിടെ ഒരു നല്ലൊരു അന്നദാനം നടത്തി. അപ്പൊ നമ്മളുടെ സഹോദരങ്ങൾ, അതായത് ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി ക്ഷണിച്ചവർക്ക്, അതായത് മുസ്ലിം സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ പേര് അതും ഒഴിവാക്കിക്കൊണ്ട് ഉച്ചക്ക് വരാൻ പറ്റിയല്ല, നോമ്പായ കാരണം. ആ നോമ്പ് തുറക്കുന്ന സമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇവിടെ ഒരു ഈ കാര്യം അറേഞ്ച് ചെയ്ത്. എന്നാൽ വൻപിച്ച വിജയം എന്ന് പറഞ്ഞാൽ വൻപിച്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഞങ്ങൾക്ക് കണ്ടെത്തി. നാടിൻ്റെ ആവശ്യമാണിത്, അതറിയോ? എല്ലാവരും ഒത്തിരി ആരും ഒന്നും കൊണ്ടുപോകില്ല. ഇല്ല, എല്ലാം കൊണ്ടുപോകുക ഇല്ല. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അമ്പലത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. നമ്മുടെ ചന്ദ്രൻ കുമർത്തുപടി ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ എല്ലാ മുസ്ലിം സമുദായത്തിലുള്ളവരെല്ലാം വിളിച്ചു കൂട്ടൊരു നോമ്പ് തുറ ഒരുക്കിയ ക്ഷേത്ര ഭാരവാഹി കമ്മിറ്റികൾക്ക് ഒരുപാട് നന്ദി. ഈ ഒരു നോമ്പ് തുറ ഒരുക്കിയ ചന്ദ്രൂർ കുമർത്തുപടി ദേവീക്ഷേത്ര ഭാരവാഹികൾക്കും ഇതിൽ പങ്കെടുത്ത പ്രിയ നാട്ടുകാർക്കും എന്നും ഈ നന്മ നിറഞ്ഞ ഈ കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ എന്നും നിലനിൽക്കട്ടെ. ഇതുപോലുള്ള നന്മ പ്രവൃത്തികൾ ലോകം അറിയേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മാക്സിമം ഷെയർ ചെയ്യുക.